സ്കോർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം NTPC എക്സാം, RRB എക്സാംസ് എല്ലാം വരികയല്ലേ. അപ്പം അതിനെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് റാങ്ക്സ് ആൻഡ് റിപ്പോർട്ട്സ്. അപ്പം നമ്മൾ ഇന്നിവിടെ ഡീൽ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയ, അതായത് ഇങ്ങനത്തെ എക്സാംസ്, അതായത് RRB, NTPC ഇതുപോലത്തെ എക്സാംസിനൊക്കെ ചോദിക്കുന്ന റിപ്പോർട്ട്സിലെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മളറിയാം, നമ്മൾ ടോപ്പിക്സിന് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റാങ്ക്സ് ആൻഡ് റിപ്പോർട്ട്സ് ആണ്. അതിൽ തന്നെ റാങ്ക്സ് എന്ന സംഭവമാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ആദ്യം പറയുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആരാണ്? ഒരു റിപ്പോർട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? അത് ആരാണ് ഇറക്കുന്നതെന്ന് നോക്കും. അത് ആനുവലി ആണോ, ബൈആനുവൽ ആണോ, ബൈനിയൽ ആണോ എന്ന് നോക്കും അല്ലേ. ഇത് ഇറക്കുന്നത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, RSF എന്ന് പറയും. അതായത് റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രണ്ടിയേഴ്സ് എന്നാണ് മീൻസ് ഫ്രഞ്ച് ലാംഗ്വേജിൽ അത് പറയുന്നത്. അവരാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇറക്കുന്നത്. അത് ആനുവലിയാണ് ഇറക്കുന്നത്. ഒരു റിപ്പോർട്ട് ആനുവലി ഉണ്ടായിരിക്കണേ പറഞ്ഞു. ആനുവലി ആവാം, ബൈആനുവൽ ആവാം, ബൈനിയൽ ആവാം, അങ്ങനെ പല രീതിയിൽ റിപ്പോർട്ട്സ് ഇറങ്ങാറുണ്ട്. ഇത് ആനുവലി ഇറങ്ങുന്ന റിപ്പോർട്ടാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്നുള്ളത്. നോർമലി ഈ റിപ്പോർട്ട് ഇറങ്ങുന്നത് May 3-നാണ്. May 3 എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആണ്. അത് പ്രസ് ഫ്രീഡം ഡേ ആണ് May 3. അപ്പൊ May 3-നാണ് നോർമലി ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. ഈ May 3 വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ റീസൺ ഉണ്ട്. 1991 1991 വിൻഡ്ഹോക്ക് ഡിക്ലറേഷൻ, നമീബിയയിലെ ക്യാപിറ്റലായ വിൻഡ്ഹോക്കിൽ വെച്ച് വിൻഡ്ഹോക്ക് ഡിക്ലറേഷൻ എന്നൊരു ഡിക്ലറേഷൻ യുനെസ്കോ അഡോപ്റ്റ് ചെയ്തായിരുന്നു പ്രസ് ഫ്രീഡമായിട്ട് ബന്ധപ്പെട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ റിമംബറൻസിന്റെ ഭാഗമായിട്ടാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് May 3. അപ്പം ആ ദിവസമാണ് നോർമലി ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോണം, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇറക്കുന്നത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രണ്ടിയേഴ്സ് എന്ന് പറയും, RSF എന്ന് പറയും. ആനുവലി ഇറങ്ങുന്ന റിപ്പോർട്ടാണെന്ന് ഓർക്കുക. ഇത് 2002 സ്റ്റാർട്ട് ചെയ്തിട്ട് റിപ്പോർട്ടാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. അപ്പൊ നമുക്ക് മത്സര പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കുന്ന വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2025 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ഒന്നാമത് വന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ആ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ഓസ്ലോയാണ്. ഏതായിരിക്കും രാജ്യം? സമാധാനത്തിന്റെ നഗരം എന്നൊക്കെ പറയാം അല്ലേ. നോർവേ ആണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2025 ഒന്നാമതെത്തിയത്. എങ്കിൽ നമ്മളൊരു റിപ്പോർട്ട് പഠിക്കുമ്പോൾ എന്താണ്, അതിൽ ഒന്നാമത് വന്ന ആരാണെന്ന് നോക്കണം. ഏറ്റവും അവസാനം വന്നത് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും അത് നോക്കണം. പിന്നെ ഇന്ത്യയുടെ റാങ്ക്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഇന്ത്യയുടെ റാങ്ക് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 151 ആണ്. ഓർത്തോണം, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 151 ആണെന്ന് ഓർക്കുക. അപ്പം 180ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം 150 കൺട്രീസിനെയാണ് ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 180ാമത്തെ രാജ്യം എറിട്രിയയാണ്. അപ്പോൾ ഓർത്തോണം, ഇത് RRBയുടെ എക്സാംസിനൊക്കെ പ്രത്യേകിച്ച് ചോദിക്കാറുണ്ട്, എത്ര പേര് അതിൻ്റെ ഈ റിപ്പോർട്ടുകളും റാങ്കിലും പങ്കെടുത്തു എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ 180 രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്. ഒന്നാമത് നോർവേ വന്നു. ഇന്ത്യയുടെ റാങ്ക് 151 ഏറ്റവും അവസാനം 150ാമത്തെ റാങ്ക് എറിട്രിയാണെന്ന് ഓർക്കുക. അപ്പം ആരാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇറക്കുന്നതെന്ന് ചോദിച്ചാൽ റിപ്പോർട്ടേഴ്സ് ആൻഡ് ഫ്രണ്ടിയേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ആണെന്ന് ഓർക്കണം. ആനുവലി ഇറങ്ങി തുടങ്ങിയതാണ്, 2002 സ്റ്റാർട്ട് ചെയ്തതാണെന്നും ഓർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത അപ്പൊ ജസ്റ്റ് നമുക്ക് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിന്റെ അവരുടെ സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പൊ കണ്ടില്ല, ആദ്യത്തെ ടോപ്പ് 5 കൺട്രീസിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോർവേ ആണ് ഒന്നാമത്. അത് മാത്രം നിങ്ങൾ ഓർത്തേച്ചാൽ മതി, നോർവേ ആണ് ഒന്നാമത് എന്ന് ഓർക്കുക. ദെൻ ഇന്ത്യയുടെ റാങ്ക് 151 അതിൽ ഗ്ലോബൽ സ്കോർ കാണിക്കുന്നുണ്ട്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, 32.96 ആണ്. പിന്നെ ഏറ്റവും അവസാനം 180ാമത് എറിട്രിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാ റിപ്പോർട്ടിന്റെയും അവരുടെ റിപ്പോർട്ടിന്റെ സ്ക്രീൻഷോട്ടും കൂടി ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിനെ പറ്റിയാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ആണ്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി പറയാം. ഇത് ഇറക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഗ്ലോബൽ ഫയർ പവർ ആണ്. ആ പേര് തന്നെ ഉണ്ട് അല്ലേ, അല്ലാതെ വേറെ മറ്റേ നമ്മുടെ സിപ്രിയോ അങ്ങനത്തെ പോലെ ഓർഗനൈസേഷൻ ഒന്നുമല്ല. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഇറക്കുന്നത് ഗ്ലോബൽ ഫയർ പവർ തന്നെയാണ്. അത് ആനുവലി ഇറങ്ങുന്നതാണെന്ന് ഓർക്കുക. ആനുവലിയാണ് ഇറങ്ങുന്നത്. എന്താണ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതില് കൺട്രീസിനെ അവരുടെ മിലിറ്ററി സ്ട്രെങ്തിന്റെ ബേസിൽ മീൻസ് റാങ്ക് ചെയ്യുകയാണ്. റാങ്ക് കൺട്രീസ് ബേസ്ഡ് ഓൺ മിലിറ്ററി സ്ട്രെങ്ത് ആണ് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ റാങ്ക് ചെയ്യുന്നതെന്ന് ഓർക്കുക. അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ,
അപ്പം ഇത് 2026 ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയത്. അപ്പൊ അതിന് 145 വേൾഡ് പവേഴ്സിനെ ഇതിന്റെ അകത്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട് ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിന്റെ അകത്ത്. അപ്പൊ അതിൽ തന്നെ കണ്ടില്ലേ 0.0000, ഈ സംതിങ് വരുന്നതാണ് പെർഫെക്റ്റ് സ്കോർ ആണ്. പക്ഷെ അത് അൺഅറ്റൈനബിൾ ആണെന്നാണ് പറയുന്നത്. അതാണ് അപ്പം ഏറ്റവും അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന സ്കോർ എന്ന് പറയുന്നത്. അപ്പം 145 വേൾഡ് പവേഴ്സിനെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് 2026 കൺസിഡർ ചെയ്തു എന്ന് കൂടി ഓർക്കുക. അപ്പം ഈ 2026 ഒന്നാമത് വന്നത് ആരാണെന്ന് വെച്ചാൽ ഫയർ പവർ ഇൻഡെക്സ് ആണ്. മിലിറ്ററി സ്ട്രെങ്ത് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് പറയാം USA ആയിരിക്കും അല്ലെ, USA അല്ലെങ്കിൽ ചൈന. ഇതാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന സംഭവം അല്ലെ. അപ്പം നമുക്ക് നോക്കാം, USA ആണ് ഒന്നാമത് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പൊസിഷനാണ് അടുത്തത് ഇമ്പോർട്ടന്റ്. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 4ാമത്തെ പൊസിഷൻ ആണെന്ന് ഓർക്കുക. അപ്പം ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ ഒന്നാമത് വന്നിരിക്കുന്നത് USA-യും ഇന്ത്യ 4ാമതുമാണെന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് ആ ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് കാണാം. US ഒന്നാമത് വന്നു, റഷ്യയാണ് 2ാമത് വന്നത്. നമുക്ക് എപ്പോഴും സംശയം വരുന്ന ഈ ഗ്ലോബൽ പവേഴ്സിൽ USA, റഷ്യ, ചൈന, ഇതിൽ മൂന്നിൽ ആരാണ് ഒന്നാമത് വരുന്നത് നമുക്ക് ഡൗട്ട് വരും. അപ്പം ഇതിൽ ഒന്നാമത് വന്നിരിക്കുന്ന USA ആണ്, 2ാമത് റഷ്യയാണ്, 3ാമത് ചൈനയാണ്, 4ാമത് ഇന്ത്യയാണ്, 5ാമത് സൗത്ത് കൊറിയയാണ്. ഓക്കെ, 5ാമത് സൗത്ത് കൊറിയയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ത്യയുടെ റാങ്ക് ഓർക്കുക, ഒന്നാമത് വന്ന് ഓർക്കുക. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ആനുവലി ഇറങ്ങുന്നതാണ്. ഗ്ലോബൽ ഫയർ പവർ എന്ന് പറഞ്ഞാൽ അവരാണ് ഇത് ഇറക്കുന്നത്. അപ്പം ഇതിൽ മിലിറ്ററി സ്ട്രെങ്ത് ആണ് നോക്കുന്നത്. ഒന്നാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് 2026 വന്നത്. ഇന്ത്യയുടെ റാങ്ക് 4th ആണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം നമ്മൾ അടുത്തൊരു ഇൻഡെക്സും പറഞ്ഞു. ഇനി നമ്മൾ സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സിനെ പറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സ്. ഓക്കെ, AI വൈബ്രൻസി ഇൻഡെക്സ് എന്ന് പറയും. ഇത് ആരാണ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സ് റിലീസ് ചെയ്തത്. അപ്പൊ ഇതിൽ ഒന്നാമത് വന്ന ആരായിരിക്കും? കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും നോർമലി എല്ലാ ലിസ്റ്റിലും ഒരു സ്ട്രെങ്ത് ആദ്യത്തെ ടോപ്പിൽ വരുന്ന കൺട്രീസിൽ ഒരു കൺട്രി തന്നെയാണ്. USA ആണ് ഒന്നാമത് വന്നിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ പൊസിഷൻ ഓർക്കണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അകത്ത് ഇതുപോലത്തെ ഇൻഡെക്സിലൊക്കെ ഇന്ത്യ ടോപ്പിൽ തന്നെ ഉണ്ടെന്ന് ഓർക്കുക. ഇന്ത്യയുടെ റാങ്ക് 3ാമതാണെന്ന് ഓർക്കുക. 3rd റാങ്ക് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് ഓർക്കുക. ഒന്നാമത് വന്നിരിക്കുന്നത് US ആണെന്നും ഓർക്കുക. അപ്പൊ ഒന്നാമത് US ആണ്, ഇന്ത്യയുടെ റാങ്ക് 3ാമതാണെന്ന് ഓർക്കുക. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തൊരു ഇൻഡെക്സ് ആണ് ഇതെന്ന് ഓർക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സ് 2025. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അപ്പൊ അത് ജസ്റ്റ് ഞാനത് കാണിക്കാം. USA, ചൈന, ഇന്ത്യയാണ് ടോപ്പ് 3ൽ വന്നിരിക്കുന്നത്. ആരാണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സ് 2025 US ഒന്നാമത്, ചൈന 2ാമത്, 3ാമത് ഇന്ത്യയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. അപ്പൊ നമുക്ക് ആ ഇൻഡെക്സിനെ പറ്റി പറയാം. ഇത് ഇറക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ സിഡ്നി, ഓസ്ട്രേലിയയിലെ സിഡ്നി ബേസ് ചെയ്തൊരു ഓർഗനൈസേഷൻ ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് എന്നാണ്, IEP എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് ആണ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഇറക്കുന്നതെന്ന് ഓർക്കുക. ഇതും ആനുവലി ഇറങ്ങുന്നതാണ്. ആനുവലി ഇറങ്ങുന്ന റിപ്പോർട്ടാണ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഒന്നാമത് വന്ന കൺട്രീനെ നമുക്ക് പരിചയപ്പെടാം. ഇതൊരു ആഫ്രിക്കൻ കൺട്രിയാണ്. ഉവക്കത്തുഗു എന്നാണ് ഇതിന്റെ ക്യാപിറ്റലിന്റെ പേര്. ഏതാണ് രാജ്യം? ബുർക്കിനോ ഫാസോ ആണ് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 2025 ഒന്നാമത് വന്നത്. നമ്മൾ ഓർക്കും 2025 ഈ ടെററിസം ഇൻഡെക്സിലൊക്കെ ഒന്നാമത് വരുന്ന പാകിസ്ഥാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ആണെന്ന്. പക്ഷെ ഇത്തവണ അല്ല, ബുർക്കിനോ ഫാസോ ആണ് ഒന്നാമത് വന്നതെന്ന് ഓർക്കുക. ഒന്നാമത് വന്ന ആഫ്രിക്കൻ കൺട്രിയായ ബുർക്കിനോ ഫാസോ ആണ്. ഇന്ത്യയുടെ പൊസിഷൻ ഓർക്കണം. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യ 14ാമത്തെ റാങ്കിലാണ് വന്നിരിക്കുന്നത്. 14ാമത്തെ റാങ്കിലാണ് വന്നിരിക്കുന്നത്. ഇത് 163 കൺട്രീസ് ആണ് ഇത് അനലൈസ് ചെയ്തിരിക്കുന്നത്. ഇമ്പാക്ട് ഓഫ് ടെററിസം 163 കൺട്രീസിന്റെയാണ് നോക്കിയിരിക്കുന്നത്. ഇത് RRBയിൽ ചോദിക്കാറുണ്ട്, എത്ര കൺട്രീസ് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കാറുണ്ട്. എത്ര കൺട്രീസിനെയാണ് ഒരു റിപ്പോർട്ട് പ്രകാരം നോക്കിയതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തു പറയുന്നത്. അപ്പം ഇതിലൊരു കാര്യം പറഞ്ഞു, ഇസ്ലാമിക് സ്റ്റേറ്റ് IS എന്ന് പറയുന്നതാണ് വേൾഡിലെ തന്നെ മോസ്റ്റ് ഡേഞ്ചറസ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുകയുണ്ടായി. അതുപോലെ നമ്പർ ഓഫ് കൺട്രീസ് അഫക്റ്റഡ് ബൈ ടെററിസം ഇൻക്രീസ് ചെയ്യുകയാണെന്നും ഈ റിപ്പോർട്ടിൽ ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. അതുപോലെ ഇത് സഹേൽ റീജിയൻ എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ആഫ്രിക്കയിലെ സഹാറ ഡെസേർട്ട് ആ റീജിയൻ ആണ്. അവിടെ അത് ടെററിസത്തിന്റെ ഒരു സെന്റർ ആണെന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നോർക്കണം, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ബുർക്കിനോ ഫാസോ ഒന്നാമത് വന്നതെന്ന് ഓർക്കുക. ഇന്ത്യയുടെ റാങ്ക് 14th ആണെന്ന് ഓർക്കുക. 163 കൺട്രീസിനെയാണ് ഇതിന്റെ അകത്ത് നോക്കിയതെന്ന് ഓർക്കുക ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിന്റെ അകത്ത്. ഓക്കെ,
അപ്പം ഇത്രയാണ് ഇതിന്റെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പം ഓർക്കുക, കണ്ടോ, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് 2025 ബുർക്കിന ഫാസോ ഒന്നാമത് ഒന്ന്, പാകിസ്ഥാൻ ഉണ്ട് രണ്ടാമതുണ്ട്, പിന്നെ സിറിയ, മാലി, അത് നോക്കണ്ട. ഏറ്റവും ഒന്നാമത് ഒന്ന് ബുർക്കിന ഫാസോ ആണെന്ന് ഓർക്കുക. ഓക്കെ, ദെൻ ഇന്ത്യയുടെ പൊസിഷൻ 14ാമതാണെന്നും ഓർക്കുക. ഓക്കെ, 14ാമതാണ് ഇന്ത്യയുടെ പൊസിഷൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അടുത്ത ഇൻഡെക്സിനെ പറ്റി നമുക്ക് പറയാം. റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് ആണ്, RNA എന്ന് പറയും, റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ വേൾഡ് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ ഇൻ കൊളാബറേഷൻ വിത്ത് JNU, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് മുംബൈ ഉണ്ട്, IIM മുംബൈ ഉണ്ട്, ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ ഉണ്ട്. ഇത്രയും പേര് കൂടിയാണ് റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് 2026 റിലീസ് ചെയ്തത്. ഒരു കാര്യം ഓർക്കണം, ഈ റിപ്പോർട്ട് അതിന്റെ ഇനാഗ്രൽ റിപ്പോർട്ടാണ്, ആദ്യമായിട്ടാണ് ഈ റിപ്പോർട്ട് വരുന്നത്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഇന്ത്യ നേതൃത്വം കൊടുക്കുന്ന റിപ്പോർട്ടാണ്, അതുകൊണ്ട് തന്നെ ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം. അപ്പൊ 154 കൺട്രീസിനെയാണ് ഇതിന്റെ ഈ ഗ്ലോബൽ റിപ്പോർട്ടിന്റെ അകത്ത് നോക്കിയിരിക്കുന്നത്. ഇന്ത്യയാണ് ഈ റിപ്പോർട്ട് ലീഡ് ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇത് എന്തൊക്കെയാണ് ഇതിൽ പരിഗണിക്കുന്നതെന്ന് ചോദിച്ചാൽ എത്തിക്കൽ ഗവേണൻസ് ഉണ്ട്, എൻവയോൺമെന്റൽ സ്റ്റുവാർഡ്ഷിപ്പ്, സോഷ്യൽ വെൽബീയിങ്, ഇതൊക്കെയാണ് കൂടുതലും ഇതിന്റെ അകത്ത് നോക്കുന്നത്. ഓക്കെ, എന്തില്, റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സിൽ. അപ്പം ഏത് റിപ്പോർട്ടാണെങ്കിലും നമ്മൾ എന്താ പറഞ്ഞത്, അതിൽ ഒന്നാമത് വന്നൊന്ന് നോക്കണം. ഇതിൽ ഒന്നാമത് വന്നത് സിംഗപ്പൂർ ആണെന്ന് ഓർക്കുക. ഈ 2026 ഇൻഡെക്സിന്റെ ആദ്യത്തെ എഡിഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം ഇതിൽ ഒന്നാമതൊന്നും സിംഗപ്പൂർ ആണെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 16 ആണെന്ന് ഓർക്കുക. അത് ഓർത്തോണം, ഒന്നാമത് സിംഗപ്പൂരാണ്, ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 16 ആണെന്ന് ഓർക്കുക. അപ്പം ഇത് ആരൊക്കെയാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ഓർക്കുക. ആരൊക്കെയാണ്, വേൾഡ് ഇന്റലക്ച്വൽ ഫൗണ്ടേഷൻ ഉണ്ട്, JNU ഉണ്ട്, IIM മുംബൈ ഉണ്ട്, അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ ഉണ്ട്. ഓക്കെ, ഇന്ത്യ ലീഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് ഇതാണ്, ഇൻഡെക്സ് ആണെന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ വെരി ഇമ്പോർട്ടന്റ് ആണ്, അത് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ഇതിലേക്ക് പോകാം. ഇനി ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ്. ഇതൊരു ഫേവറേറ്റ് ഏരിയ ആണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് NDPCD ആണെങ്കിൽ RRBയുടെ ആണെങ്കിൽ ഫേവറേറ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിനെ പറ്റി പറയാം. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് എന്ന അവരാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ പാസ്പോർട്ടിന്റെ സ്ട്രെങ്ത് ആണ് ഇതിൽ പറയുന്നത്. ഒരു ഗ്ലോബൽ ബെഞ്ച് മാർക്ക് തന്നെയാണ് പാസ്പോർട്ടിന്റെ സ്ട്രെങ്തുമായിട്ട് ബന്ധപ്പെട്ട് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2026 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. ഇതിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 75ാമത്തെ ആണെന്ന് ഓർക്കുക. ഇതിൽ ചില റിപ്പോർട്ടുകളിൽ, ചില ന്യൂസിലൊക്കെ നോക്കുമ്പോൾ 80 എന്ന് കാണിക്കുന്നുണ്ട്. 80 അല്ല, 75 ആണെന്ന് ഓർക്കുക. 85 ആയിരുന്നു ഇതിന് മുമ്പ് ഇന്ത്യയുടെ റാങ്ക്. അത് മെച്ചപ്പെട്ട് 75ലേക്ക് 10 റാങ്ക് മെച്ചപ്പെട്ട് 75ലേക്ക് എത്തിയെന്ന് ഓർക്കുക. അപ്പൊ ഇന്ത്യക്ക് വിസ ഫ്രീ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ അല്ലെങ്കിൽ ഈ വിസ ആക്സസ് 56 ഡെസ്റ്റിനേഷനിലാണ് കിട്ടുന്നതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ 85ാം റാങ്കിൽ നിന്ന് ഇന്ത്യ മെച്ചപ്പെട്ട് 75ലേക്ക് എത്തിയെന്ന് ഓർക്കുക. അതുപോലെ ഇതിൽ ഒന്നാമത് വന്നത് ആരാണെന്ന് ചോദിച്ചാൽ സിംഗപ്പൂരാണ്, അല്ലെ? സിംഗപ്പൂരിന്റെ വിസ ഉപയോഗിച്ച് 192 ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അവിടെയാണ് ഇന്ത്യയിൽ നിന്ന് നോക്കിയത്. ഇന്ത്യയുടെ 75ാമത്തെ പൊസിഷനാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിസ ഇത് വെച്ച് 56 ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. അതിന്റെ എത്ര ഇരട്ടിയാണല്ലേ സിംഗപ്പൂരിന്റെ പറയുന്നത്. അതാണ് പാസ്പോർട്ടിന്റെ സ്ട്രെങ്ത് അളക്കുന്ന ഒരു സംഭവമാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പം നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം. ഓക്കെ, ഇനി പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിനെ പറ്റിയാണ്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിനെ പറ്റിയാണ് പറയുന്നത്. ഇത് പബ്ലിഷ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ജർമ്മൻ ബാച്ച്, അതുപോലെ ന്യൂ ക്ലൈമറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്ലൈമറ്റ് ആക്ഷൻ നെറ്റ്വർക്ക്, ഇവരൊക്കെ കൂടിയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇത് പബ്ലിഷ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ 2005 ആദ്യമായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2005 ഓർക്കുക. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിനെ പറ്റി നമുക്ക് പറയാം. 2026 വന്ന ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിനെ പറ്റി. അപ്പൊ ഇതില് ആദ്യത്തെ 3 പൊസിഷനിൽ ഒരു കൺട്രിയും ഇല്ലെന്ന് ഓർക്കാം. 1, 2, 3 ആരുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പാരീസ് എഗ്രിമെന്റ് ഗോൾസ് അച്ചീവ് ചെയ്തവരെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന, അതൊക്കെയാണ്. അപ്പൊ അത് അച്ചീവ് ചെയ്ത ഒരു കൺട്രിയും ഇല്ല. അതുകൊണ്ട് 1, 2, 3 വേക്കന്റ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ 4ാമത്തെ പൊസിഷനിലാണ് ആദ്യത്തെ കൺട്രി വരുന്നത്, ഡെൻമാർക്ക് ആണെന്ന് ഓർക്കുക. 4ാമത് വന്നിരിക്കുന്നത് ഡെൻമാർക്ക് ആണ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026 വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ നില എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെക്കാളും കുറച്ച് പുറകോട്ട് പോയി 13 പ്ലേസ്, കുറച്ചധികം 10ാം റാങ്കിൽ നിന്ന് 23ാമത്തെ റാങ്കിലേക്ക് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിലേക്ക് ഇന്ത്യ പിന്നിലേക്ക് വന്നു. അപ്പോൾ ഓർത്തോണം 61.31 ആണ് ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ പിന്നിലേക്കാണ് പോയത്. 10ൽ നിന്ന് 23 റാങ്ക് എന്ന് ഓർക്കുക. ഇന്ത്യയുടെ സ്കോർ എന്ന് പറയുന്നത് 61.31 ആണ്. അപ്പോൾ ഓർത്തോണം ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഒരു രാജ്യവും 1, 2, 3 പൊസിഷനിൽ ആരുമില്ല. 4th പൊസിഷനിലാണ് വന്നിരിക്കുന്നത്, അത് ഡെൻമാർക്ക് ആണെന്ന് ഓർക്കുക.
ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിനെ പറ്റിയാണ്. ഇന്നൊവേഷൻ, ഓക്കെ, ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിനെ പറ്റിയാണ് പറയുന്നത്. ഇത് വിപ്പോ, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, വിപ്പോ എന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഈ വിപ്പോ എന്ന് പറഞ്ഞാൽ യുഎന്നിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. യുഎൻ ശരിക്കും 15 സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഉണ്ട്. അതിലൊരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഇത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇവരിറക്കുന്ന റിപ്പോർട്ടാണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്. അപ്പൊ ഇതിന്റെ 2025 ഇറങ്ങിയ റിപ്പോർട്ടിനെ ഇന്നൊവേഷൻ അറ്റ് എ ക്രോസ് റോഡ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അത് 18ാമത്തെ എഡിഷൻ ആയിരുന്നു. ഈ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിന്റെ 18ാമത്തെ എഡിഷൻ ആണ് ഇത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2025 റിപ്പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഒന്നാമത് വന്നത് ഏത് കൺട്രി ആണെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡ് ആണ്. ഒന്നാമത് വന്നിരിക്കുന്നത് സ്വിറ്റ്സർലൻഡ് ആണ്. അതുപോലെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 38 ആണെന്ന് ഓർക്കുക. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 38 ആണെന്ന് ഓർക്കുക. അപ്പം ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് ഇറക്കുന്നത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, വിപ്പോ എന്ന പറഞ്ഞ ഓർഗനൈസേഷൻ ആണ്. അത് യുഎന്നിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓർഗനൈസേഷൻ ആണ്. ഒന്നാമത് വന്നത് ഇതിൽ 2025 റിപ്പോർട്ടിൽ സ്വിറ്റ്സർലൻഡ് ആണെന്ന് ഓർക്കുക. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 38 ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. അടുത്തത് നമ്മൾ സംസാരിക്കുന്നത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിനെ പറ്റിയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ കൺസേൺ വേൾഡ് വൈഡും വെൽത്ത് ഹങ്കർ ലൈഫും കൂടിയാണ് ഇത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആനുവലി ഇറക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. അതപ്പം കൺസേൺ വേൾഡ് വൈഡും വെൽത്ത് ഹങ്കർ ലൈഫും കൂടിയാണ് ഇറക്കുന്നത്. ആനുവലി ഇറങ്ങുന്ന റിപ്പോർട്ടാണെന്ന് ഓർക്കുക. അപ്പൊ ഇത് 2025 ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യത്തെ 25 പൊസിഷനിൽ 25 കൺട്രീസ് ഉണ്ടെന്ന് ഓർക്കുക. അതായത് 1 to 25 റാങ്ക് കിട്ടിയവരെ നമ്മൾ ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അവരെല്ലാവരും GHI സ്കോർ, അതായത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് സ്കോർ എന്ന് പറഞ്ഞാൽ ലെസ്-5 വരുന്നവരാണ്. അപ്പൊ അവരെ ഇൻഡിവിജ്വൽ റാങ്ക് അവർക്ക് കൊടുത്തിട്ടില്ലെന്ന് ഓർക്കുക. അപ്പൊ ഇതിലൊരു കൺട്രിക്ക് മാത്രം ഫസ്റ്റ് എന്ന് പറയാറില്ല. 1 to 25 റാങ്ക് ഉള്ളവരെല്ലാം ഒന്നായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്കോർ മിനിമൽ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ കണക്കാക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 102 ആണെന്ന് ഓർക്കുക. 102 ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് ആ ചാർട്ട് ഒന്ന് കാണാം. കണ്ടോ, ഇതിൽ ആദ്യത്തെ 1 to 25 എന്ന് പറഞ്ഞാൽ അർമേനിയ, ബെലാറസ്, ബോസ്നിയ, ഇവരെല്ലാവരും അണ്ടർ 5 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇതിൽ GHI സ്കോർ വന്നേക്കുന്നവരാണ്. അവരെല്ലാവരും നമ്മൾ ഒന്നാമതായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് ഓർക്കുക. 1 തൊട്ട് 25 വരെയുള്ള കൺട്രീസിൽ. ഇനി ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് കണ്ടോ, ഇന്ത്യയുടെ പൊസിഷൻ 102ാമത്തെ പൊസിഷൻ ആണെന്ന് ഓർക്കുക. ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് സൊമാലിയാണ്. പക്ഷെ ഇതിൽ ബുറൂണ്ടി ആൻഡ് യമനെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഡേറ്റ കറക്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് അവർ ആ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 123 സൊമാലിയ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഓർക്കുക. ഇതിൽ ഏറ്റവും ഓർക്കേണ്ടത് ഒന്നാമത് ഒരു കൺട്രിക്ക് മാത്രമല്ല കൊടുത്തിരിക്കുന്ന ഓർക്കുക, 25 കൺട്രീസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ പൊസിഷൻ ഓർക്കുക 102 ആണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ എന്ന് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഗ്ലോബൽ പീസ് ഇൻഡെക്സിനെ പറ്റിയാണ്. ഇതിനെ പറ്റിയാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ? അത് അവർ തന്നെയാണ് ഇറക്കുന്നത്. സിഡ്നി, ഓസ്ട്രേലിയ ബേസ് ചെയ്ത ഓർഗനൈസേഷൻ ആയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് തന്നെയാണ് ഈ റിപ്പോർട്ട് ഗ്ലോബൽ പീസ് ഇൻഡെക്സും ഇറക്കുന്നത്. അപ്പൊ ഓർക്കണം, ഗ്ലോബൽ പീസ് ഇൻഡെക്സും അവരാണ്, ടെററിസം ഇൻഡെക്സും അവർ തന്നെയാണെന്ന് ഓർക്കുക. അപ്പം ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025 പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഒന്നാമത് വന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഐസ്ലൻഡ് ആണ്. അവർ കുറെ കാലമായിട്ട് ഐസ്ലൻഡ് തന്നെയാണ് ഇതിൽ ഒന്നാമത് വന്നതെന്ന് പറയാം ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ. അപ്പൊ ഇത് ഐസ്ലൻഡ് ആണ് ഒന്നാമത് വന്നതെന്ന് പറഞ്ഞു. ഇതിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 115 ആണെന്ന് ഓർക്കുക. ഇന്ത്യയുടെ പൊസിഷൻ 115 ആണ്. എന്നാൽ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ 163 കൺട്രീസിനെയാണ് നോക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് റഷ്യയാണെന്ന് ഓർക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. റഷ്യയാണ് ഏറ്റവും അവസാനം വന്നതെന്ന് ഓർക്കുക. അപ്പം ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഒന്നാമത് വന്നത് ഐസ്ലൻഡും ഇന്ത്യ 115ാമതാണ്. ഏറ്റവും അവസാനം 163ാമത്തെ പൊസിഷനിൽ റഷ്യയാണെന്നും ഓർക്കുക. ഓക്കെ, അപ്പം ജസ്റ്റ് ആ ചാർട്ട് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ടോപ്പ് 5 കൺട്രീസ് ആണ് ഐസ്ലൻഡ്, അയർലൻഡ്. ഇതിൽ ഐസ്ലൻഡും അയർലൻഡ് തമ്മിൽ കൺഫ്യൂഷൻ വരല്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഐസ്ലൻഡ് ആണ് ഒന്നാമത് വന്നിരിക്കുന്നത്. പീസ് ഇൻഡെക്സിൽ തുടർച്ചയായിട്ട് കൂടുതൽ തവണയും വന്നിരിക്കുന്നത് ഐസ്ലൻഡ് ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്തോണം, ഐസ്ലൻഡ് ആണ് ഒന്നാമത് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്? 115 ആണെന്ന് ഓർക്കുക. സ്കോർ എന്ന് പറയുന്നത് അത് പറയുന്നില്ല. പിന്നെ ഇന്ത്യയുടെ പൊസിഷൻ ഓർക്കുക 115 ആണ്. ഏറ്റവും അവസാനം 163ാമത്തെ പൊസിഷൻ റഷ്യയാണെന്ന് ഓർക്കുക. ഓക്കെ, അത് നമ്മൾ അധികം പ്രതീക്ഷിക്കത്തില്ല. പക്ഷെ അത് പീസ് ഇൻഡെക്സിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് 163ാമത്തെ റാങ്കിൽ റഷ്യയാണെന്ന് ഓർക്കുക. അടുത്തത് നമ്മൾ പറയുന്നത് കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സിനെ പറ്റിയാണ്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിനെ പറ്റിയാണ്. ഈ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ എന്ന ഓർഗനൈസേഷൻ ആണ് ഇത് റിലീസ് ചെയ്തത്. അതിനാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആണ്. ആനുവലി ആണ് ഇത് ഇറങ്ങുന്നത്. ഓക്കെ, ആനുവലി ഇറങ്ങുന്ന റിപ്പോർട്ടാണ്. ഇതില്
കറപ്ഷൻ കൺട്രീസിന്റെയും ടെറിട്ടറീസിന്റെയും പബ്ലിക് സെക്ടർ കറപ്ഷന്റെ അളവാണ് ഇവിടെ നോക്കുന്നത്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിന്റെ അകത്ത് നോക്കുന്നതെന്ന് ഓർക്കുക. ഇതിൽ 0 to 100 എന്നുള്ള സംഭവത്തിലാണ്, സ്കെയിലിംഗിലാണ് നോക്കുന്നത്. ഇതിൽ 0 എന്ന് പറയുന്നത് ഹൈലി കറപ്റ്റഡും 0 എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ വെരി ക്ലീനുമാണ്. സാധാരണ നോർമലി കൂടുമ്പം കറപ്ഷൻ കൂടുന്നല്ലേ പറഞ്ഞു, ഇവിടെ അങ്ങനെയല്ല. 0 എന്ന് പറഞ്ഞാൽ ഹൈലി കറപ്റ്റഡും 0യിൽ നിന്ന് കൂടും തോറും 100ലേക്ക് പോകുമ്പോൾ വെരി ക്ലീനുമായി മാറുകയാണ്. അപ്പൊ അത് ഓർത്തോണം. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ആനുവലി ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ഇറക്കുന്നതാണെന്ന് ഓർക്കുക. അടുത്തത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2025 ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ ഒന്നാമത് വന്നിരിക്കുന്ന കൺട്രി എന്ന് പറഞ്ഞാൽ ഈ കൺട്രി തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ 4ാം പൊസിഷനിൽ വന്നത്. അതായത് അവരായിരുന്നു ടോപ്പ്. ആദ്യത്തെ 1, 2, 3 ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡെൻമാർക്കാണ്. അപ്പം കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2025 ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡെൻമാർക്ക് ആണെന്ന് ഓർക്കുക. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 91. ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 91. ഏറ്റവും അവസാനം 182ാമത്തെ പൊസിഷനിൽ സൊമാലിയയും സൗത്ത് സുഡാനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓർക്കണം, കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2025 ഒന്നാമത് ഡെൻമാർക്കും, ഇന്ത്യയുടെ റാങ്ക് 91. ഏറ്റവും അവസാനം 182ാമത്തെ പൊസിഷനിൽ സൊമാലിയയും സൗത്ത് സുഡാനുമാണ്. അപ്പൊ നമുക്ക് ആ ചാർട്ട് ഒന്ന് നോക്കാം. ഡെൻമാർക്ക് കണ്ടോ ഒന്നാമത്തെ റാങ്കിലാണ്. 100ൽ 89 അവരുടെ സ്കോർ. ഞാൻ പറഞ്ഞു 0 എന്ന് പറയുന്നത് ഏറ്റവും എന്താണ് കറപ്റ്റഡ് ആയ കൺട്രി എന്നുള്ള രീതിയിലാണ് 0 എന്ന് പറയുന്നത്. 100 എന്ന് പറയുന്നത് ബെസ്റ്റ്, ഏറ്റവും ക്ലീൻ ആയ കൺട്രി എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ഒന്നാമത് ഒന്ന് ഡെൻമാർക്കാണ്. അവർക്ക് 89 100ൽ സ്കോർ എന്ന് പറഞ്ഞത്. ഇനി ഇന്ത്യയുടെ നമുക്ക് നോക്കാം. ഇന്ത്യ 91ാമത്തെ പൊസിഷൻ ആണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ സ്കോർ 100ൽ 39 ആണെന്ന് ഓർക്കുക. അതുപോലെ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് സൊമാലിയും സൗത്ത് സുഡാനുമാണ്. 2 കൺട്രീസ്. അവർ 182ാമത്തെ പൊസിഷൻ ആണെന്ന് പറഞ്ഞു. അവര് 9 എന്ന സ്കോർ ആണ് അവർക്ക്. അത് കണ്ടോ, സ്കോർ കുറയും തോറും അവരുടെ കറപ്ഷൻ കൂടുതലാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ഇൻഡെക്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ആനുവലി ഇറങ്ങുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിനെ പറ്റിയാണ്. ഇതിനെ പറ്റിയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആയ റിപ്പോർട്ടാണ്. കാരണം ഇത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം UNDP ഇറക്കുന്ന റിപ്പോർട്ടാണ് അല്ലെ. UNDP ഇറക്കുന്ന റിപ്പോർട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. നമുക്ക് എക്കണോമിക്സിൽ നോബൽ സമ്മാനം കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമർത്യ സെൻ ആണ് അല്ലെ. 1998 വെൽഫെയർ എക്കണോമിക്സിന് അദ്ദേഹമൊക്കെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് വരാൻ കാരണക്കാരനായ ഒരു വ്യക്തിയാണ്. ഇങ്ങനെ UNDP കൊണ്ടുവരാനുള്ള റിപ്പോർട്ടിന് കാരണക്കാരനായ ഒരു വ്യക്തിയാണ് അമർത്യ സെൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ. അപ്പം ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇറക്കുന്ന റിപ്പോർട്ടാണെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇത് ഈ 2025 ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. അതിന്റെ വേറൊരു പേരും കൂടെ പറയും, എ മാറ്റർ ഓഫ് ചോയ്സ് പീപ്പിൾ ആൻഡ് പോസിബിലിറ്റീസ് ഇൻ ദ ഏജ് ഓഫ് AI എന്നും കൂടെ ഇതിന് പറയാറുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് ഓരോ വർഷം ഇറങ്ങുമ്പോൾ അങ്ങനെ ആ പേരും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇത് കറക്റ്റ് ഒരു ആനുവലി ഇറങ്ങുമെന്ന് വെച്ചാൽ ഈ 2025 റിപ്പോർട്ട് 2023 ബേസിലാണ് റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നത്. 25 എന്ന് പറയുമെങ്കിലും അത് ഓർക്കുക. ഇതിൽ ഒന്നാമത് വന്നിരിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ ഐസ്ലൻഡ് ആണെന്ന് ഓർക്കുക. ഐസ്ലൻഡ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ ഒന്നാമത് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് വെരി ഇമ്പോർട്ടന്റ്, എപ്പോഴും മത്സര പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. ഇന്ത്യയുടെ റാങ്ക് 130 ആണെന്ന് ഓർക്കുക ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിൽ. അതുപോലെ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന രാജ്യം 193ാമത്തെ രാജ്യം എന്ന് പറയുന്നത് സൗത്ത് സുഡാൻ ആണ്. ഈ സൗത്ത് സുഡാൻ 193 കേട്ടപ്പോൾ എനിക്കൊരു കാര്യം കൂടി ഓർമ്മ വന്നു. യുണൈറ്റഡ് നേഷൻസ് ഉണ്ടല്ലോ, യുണൈറ്റഡ് നേഷൻസിൽ 193 രാജ്യങ്ങളുള്ളൂ. അതിൽ ഏറ്റവും അവസാനം ഒരു കൺട്രി മെമ്പർ ആവുന്നത് സൗത്ത് സുഡാൻ ആയിരുന്നു 2011 193ാമത്തെ മെമ്പർ ആയിട്ട്. അപ്പൊ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിലും ഏറ്റവും അവസാനത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് സുഡാൻ ആണ്. അത് 193ാമത്തെ റാങ്ക് ആണെന്ന് ഓർക്കുക. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 130 ആണെന്ന് ഓർക്കുക. ഒന്നാമത് വന്നിരിക്കുന്നത് ഐസ്ലൻഡ് ആണെന്ന് ഓർക്കുക. അപ്പൊ ഈ ഐസ്ലൻഡിന് റാങ്ക് 1 കിട്ടിയത് HDA സ്കോർ എന്ന് പറഞ്ഞാൽ 0.972 ആണ്. സൗത്ത് സുഡാൻ ആണ് 193ാമത്തെ കൺട്രി എന്ന് പറഞ്ഞു. അവരുടെ സ്കോർ എന്ന് പറഞ്ഞാൽ 0.388 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ റിപ്പോർട്ടിലെ ഒന്ന് ജസ്റ്റ് കാണാം. അപ്പൊ കണ്ടു, ഐസ്ലൻഡിന് ഒന്നാമത് വന്നു 0.972 വന്നു. ഇനി ഇന്ത്യയുടെ ഓർക്കുക, ഇന്ത്യയുടെ ആ സ്കോർ HDA വാല്യൂ കൂടെ നോക്കിക്കോളൂ. കാരണം അത് ചോദിക്കാം, ചിലപ്പോൾ ചോദിക്കാം, ടഫ് ആക്കണം എന്ന് കരുതി വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇന്ത്യയുടെ HDA വാല്യൂ എന്ന് പറയുന്നത് 0.685 ആണെന്ന് ഓർക്കുക. ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ വാല്യൂ എന്ന് പറയുന്നത്, HDA വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോളം, ഇത് UNDP ഇറക്കുന്ന റിപ്പോർട്ടാണെന്ന് ഓർക്കുക. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇറക്കുന്ന റിപ്പോർട്ടാണ്. അപ്പം ഒരു കാര്യം കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ HDA വാല്യൂ, ഇങ്ങനത്തെ HDAയുടെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നോർമലി കഴിഞ്ഞ വർഷത്തെക്കാളും ഇന്ത്യ മെച്ചപ്പെട്ടോ ഒന്നുകൂടി നമ്മൾ നോക്കണം ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ വരുമ്പോൾ. അപ്പൊ ഇന്ത്യയുടെ HDA വാല്യൂ 2022 റിപ്പോർട്ടിൽ 133ാം റാങ്ക് ആയിരുന്നു. അതുപോലെ 0.676 ആയിരുന്നു HDA വാല്യൂ എന്ന് പറയുന്നത്. അത് 2023 ആണ്
25 റിലീസ് ചെയ്തതെന്ന് പറഞ്ഞു. അതപ്പം 0.685 അതിൽ ഇമ്പ്രൂവ്മെന്റ് വന്നു. അതുപോലെ റാങ്കിലും ഇമ്പ്രൂവ്മെന്റ് വന്നു. 133 130 റാങ്കിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നതെന്നും ഓർക്കുക, ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം. അപ്പൊ ഇത് വെരി ഇമ്പോർട്ടന്റ് ആയ റിപ്പോർട്ടാണ്. അപ്പം ഇത് നിങ്ങൾ നോക്കുക, പഠിക്കുക. അപ്പം നമുക്ക് റിവിഷനും കൂടെ പോകാം. നമ്മൾ ഏകദേശം ഇമ്പോർട്ടന്റ് ആയ റിപ്പോർട്ടുകളിൽ ഇവിടെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയും, ഈ റിപ്പോർട്ട് നല്ല രീതിയിൽ റിവിഷൻ എടുക്കുക. നല്ല രീതിയിൽ നിങ്ങൾ ഇത് റിവിഷൻ എടുത്താൽ അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടും. കാരണം ആ രീതിയിലാണ് കാരണം നമ്മൾ ഇതിൽ വലിച്ചു നീട്ടിയുള്ള സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കറക്റ്റ് ടു ദ പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമിന് എങ്ങനെ ചോദിക്കാം ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഇറക്കുന്നത് ആരാണ്, അതുപോലെ ആ റിപ്പോർട്ടിൽ ടോപ്പ് വന്ന ആരാണ്, അതുപോലെ ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്, അതുപോലെ മീൻസ് എത്ര കൺട്രീസ് ഇതിൻ്റെ തോന്നുന്നത്, എങ്ങനെയാണോ RRB അല്ലെങ്കിൽ NTPC എക്സാമിനൊക്കെ ചോദിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ഫ്രെയിം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ക്യാപ്സ്യൂൾ രീതിയിൽ തന്നെ എന്ന് പറയാം. നിങ്ങൾക്ക് വേണ്ട രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, അനാവശ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത് എക്സാമിന് മുമ്പാണെങ്കിലും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് റിവിഷൻ ജസ്റ്റ് നമ്മൾ പഠിച്ച കാര്യത്തെ പറ്റി കുറച്ച് ചോദ്യം, ഒരു 3 ചോദ്യം ചോദിച്ചതിന് ശേഷം നമുക്ക് നിർത്താം. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ 2025 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് റിലീസ് ചെയ്തു. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സ് സാൻസ് ഫ്രോണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ഓർഗനൈസേഷൻ ആണ്. അതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നാണ് ചോദ്യം. എത്രയാണ് ഇന്ത്യയുടെ റാങ്ക്? റിപ്പോർട്ടേഴ്സ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 151 ആണ്. ഓപ്ഷൻ സി ആണ്, 151 ആണ് ഇന്ത്യയുടെ റാങ്ക് എന്ന് ഓർക്കുക. ഏതാണ്? വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണ്. ഓക്കെ, അതിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 151 ആണ്. അടുത്ത ചോദ്യം, ദ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് വിച്ച് റാങ്ക്സ് കൺട്രീസ് ബേസ്ഡ് ഓൺ മിലിറ്ററി സ്ട്രെങ്ത് ഈസ് റിലീസ്ഡ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? ഞാൻ പറഞ്ഞു ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി സ്ട്രെങ്ത് വെച്ചിട്ടുള്ളതാണ്. US ആണ് ഒന്നാമത് വന്നതെന്ന് പറഞ്ഞത്, രണ്ടാമത് റഷ്യയാണ്, മൂന്നാമത് ചൈനയാണ്, ഇന്ത്യ 4ാമത്തെ പൊസിഷനിലാണെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പൊ ഇത് ഇറക്കുന്നത് ആരാന്ന് വെച്ചാൽ ആ പേര് തന്നെയുണ്ട്, ഗ്ലോബൽ ഫയർ പവർ ആണ് ഇത് ഇറക്കുന്നതെന്ന് ഓർക്കുക. അപ്പൊ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് ഗ്ലോബൽ ഫയർ പവർ ആണ് ഇറക്കുന്നത്, റിലീസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അടുത്തത്, അക്കോർഡിംഗ് ടു ദ ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025 റിപ്പോർട്ട് വിച്ച് കൺട്രി വാസ് റാങ്ക്ഡ് ഫസ്റ്റ് മോസ്റ്റ് പീസ്ഫുൾ കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഏത് കൺട്രീനെയാണെന്നാണ് പറയുന്നത്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആരാണ്, ഏത് കൺട്രിയാണ്? ഐസ്ലൻഡ് ആണ്, അയർലൻഡ് ആണ്? ഞാൻ പറഞ്ഞു അവിടെ കൺഫ്യൂഷൻ വരില്ലെന്ന് പറഞ്ഞു. ഐസ്ലൻഡ് ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഏതാണ്? ഐസ്ലൻഡ് ആണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഒന്നാമത് വന്നതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഈ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയ റിപ്പോർട്ടുകളെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എൻ്റെ ഒരു റിക്വസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എക്സാമിന് മുമ്പാണെങ്കിലും ഇത് റിപ്പോർട്ട്സ് ആണ്, നമ്പറിന്റെ ഒരു കളി ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നല്ല രീതിയിൽ റിവിഷൻ എടുക്കുക. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന്റെ ഒരു ദിവസം 2 ദിവസം മുമ്പാണെങ്കിലും ഈ വീഡിയോ ഒന്നുകൂടി എടുത്തുനിന്ന് കാണുക. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം നമ്മുടെ ഈ സീരീസിൽ മാക്സിമം നമ്മൾ എല്ലാ ടോപ്പിക്കും ഇങ്ങനെ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഈ സീരീസിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. താങ്ക് യു.